ഐസ്ക്രീം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഐസ് ക്രിസ്റ്റൽസ് കൂടുതലായിരിക്കും. വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ പറ്റലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം ആവശ്യത്തിൽ കൂടുതൽ അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകും. ഇങ്ങനെ സെറ്റ് ഒക്കെ ആയിരുന്നാലും പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി പോകും. ഐസ്ക്രീമിന്റെ ആ സ്ട്രക്ചറും ടേസ്റ്റും കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ വിപ്പിംഗ് ക്രീം രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐസ്ക്രീമുകൾ അതൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും. നമ്മൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് അങ്ങ് മട്ടിക്കും, പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റിയുടെ ഐസ്ക്രീം ഇല്ലേ, ആ ഒരു സ്ട്രക്ചറിലും ടേസ്റ്റിലും ഐസ്ക്രീം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 11/15 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇടുന്നുണ്ട്, എല്ലാവരും കാണാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ തുടങ്ങി കഴിഞ്ഞു. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് 1 കപ്പ് പാലാണ്. അത്യാവശ്യം കട്ടിയുള്ള ഏത് പാല് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഇതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് മിൽക്ക് പൗഡർ ആണ്. മിൽക്ക് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്യാം കേട്ടോ. അത് യൂസ് ചെയ്താൽ മിൽക്ക് പൗഡറിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വേണമെങ്കിൽ കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്താലും ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ. നമുക്ക് ഈ മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കുമ്പോൾ വളരെ തീ കുറച്ച് വെക്കുക. എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെക്കാം കേട്ടോ. ഈ ഒരു ബാറ്റർ നമ്മൾ കാണുന്ന രീതിയിൽ തിളക്കില്ല കേട്ടോ. ഇത് ചൂടായി ഇങ്ങനെ വറ്റി വരുള്ളൂ. തീ നല്ലോണം കുറച്ചിടാം. നമുക്ക് ഇതിലേക്ക് മിൽക്ക് പൗഡർ ഇടാനുണ്ട്. മിൽക്ക് പൗഡർ ഇടുന്ന സമയത്ത് പാലിന് ചെറിയൊരു ചൂടുണ്ടാവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ കട്ട പിടിക്കും കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി ചെറിയ തീയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കറക്റ്റായി വരുന്നത് തീ വളരെ കുറച്ചിട്ടേക്കണേ കൊണ്ട് മാത്രമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ പിന്നെയും പിന്നെ ഞാൻ എടുത്ത് പറയുന്നത്, ഇതിന് മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പല മിസ്റ്റേക്കും പറ്റിയിട്ട് എനിക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. മിൽക്ക് പൗഡർ പാലായിട്ട് നന്നായിട്ട് യോജിച്ച് മിക്സ് ആയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് എടുക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചില്ലിന്റെ കുപ്പിയിൽ ആ ഒരു എസൻസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കേക്കിനും പിന്നെ ഐസ്ക്രീമിനൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ കേക്കിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ വാനില എസൻസ് കിട്ടും. നമുക്ക് ഓൺലൈനും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെ അത് കാണാനില്ല. അതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. തീ ഒട്ടും കൂട്ടിയിടരുത്. ഇത് വെട്ടി തിളക്കൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കിടന്ന് വറ്റി വരുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 4 മിനിറ്റിനുള്ളിൽ ലോ ഫ്ലെയിമിലാണെങ്കിലും ഇതിന്റെ ബാറ്ററിന്റെ തിളച്ചിട്ടൊന്നുമില്ല. എന്നാലും കണ്ടോ കൺസിസ്റ്റൻസിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇച്ചിരി തിക്കായിട്ടുണ്ട്. ഒരു തേനിനേലും ഇത്തിരി ലൂസാണ്. ആ ഒരു ഭാഗത്തിനാണ് ഇതായേക്കണേ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാറി തണുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടെടുക്കാം. വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീമിന്റെ പൗഡർ കിട്ടും കേട്ടോ നമുക്ക്. അത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രീം സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന ഒരു വിപ്പിംഗ് ക്രീമിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ട് കേട്ടോ. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പം മധുരം ഇല്ലാത്തതാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ആണെങ്കിലും അതിൽ പഞ്ചസാര മധുരം ഇടേണ്ടി വരും. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഈ ക്രീം വിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം വിപ്പ് ചെയ്യുന്ന ഏരിയ അത്രയും അങ്ങോട്ട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും കുറച്ചിടാതെ കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൂട്ടി കൂട്ടി കൊടുക്കാം. ഒരു 4 മിനിറ്റും കൊണ്ട് ഇതായി കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ കൈവച്ച ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. ഹാൻഡ് വിസ്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിപ്പായി കിട്ടാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഈ വിപ്പ് ചെയ്യുന്ന പാത്രത്തിന്റെ അടിയിൽ വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിപ്പായി കിട്ടും. അതുപോലെ മിക്സിയുടെ ജാറിൽ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. അത് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ നോക്കിയൊക്കെ ചെയ്യേണ്ടി വരും. അത് അറിയില്ലാത്തവര് മിക്സിയുടെ ജാറിൽ ചെയ്യണ്ട കേട്ടോ. വിപ്പിംഗ് ക്രീം ശ്രദ്ധിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വല്ലാതെ ലൂസായി പോകും. അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മിനിറ്റ് എടുത്തോ വിപ്പ് ചെയ്ത്. ഇപ്പൊ ഇത് ഈ ക്രീം ഈ പാകത്തിന് മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിക്കവർക്കും ഐസ്ക്രീം പുറത്ത് വെച്ചൊന്ന് ഇച്ചിരി മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പൊ നിങ്ങൾ കട്ടിയായിട്ട് അതുപോലെ തന്നെ ബലത്തിൽ തന്നെ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രീം നന്നായിട്ട് കട്ടിക്ക് തന്നെ ബീറ്റ് ചെയ്തിട്ട് ബാക്കി ക്രീം ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്രീം നല്ല ബലത്തിൽ നിങ്ങൾ വിപ്പ് ചെയ്തെടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സെറ്റാക്കി കഴിഞ്ഞ് പുറത്തെടുത്ത് വച്ച് കുറെ നേരമൊക്കെ പുറത്തിരുന്നാലും അത് അതുപോലെ തന്നെ ഇരിക്കും. ക്രീം വിപ്പ് ചെയ്തനുസരിച്ച് ഇപ്പൊ ഇച്ചിരി ലൂസായിട്ട് വിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തിരിക്കുമ്പോഴത്തേനും ഒന്ന് മെൽറ്റായി വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് യോജിക്കണം.
ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻഗ്രീഡിയൻസ് ഒന്നും വേർതിരിച്ച് കാണരുത്, എല്ലാവരും കൂടി ഒരേപോലെ ഇവൻ ആയിട്ട് യോജിച്ചിട്ടണം. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ബാറ്റർ അങ്ങ് ഒഴിച്ചെടുത്ത ശേഷം എല്ലാ സ്ഥലത്തേക്കും ഇവണായിട്ട് വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവുകയോ വെള്ളം ചാടുകയോ ഒന്നും ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചെടുത്ത് അടച്ചങ്ങ് വെച്ചാൽ മതി. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ കെട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം അടുപ്പ് വെച്ച് അടച്ചു വെക്കാം. എൻ്റെ ഈ ഒരു പാത്രത്തിന് അടപ്പില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും വെള്ളം കയറില്ല കേട്ടോ, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരില്ല. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യണം കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചു നോക്കാം. നിങ്ങളുടെ ഐസ് ക്യൂബ്സ് എന്താണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ സ്കൂപ്പായിട്ട് നിങ്ങൾ കോരിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെന്ന്. വളരെ ലൈറ്റ് ആട്ടോ, ഒട്ടും ഹെവി അല്ല. നമുക്ക് കഴിക്കുമ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നും. വീട്ടിലുണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കി സെർവ് ചെയ്യാം. വീട്ടിലുണ്ടാക്കിയതാണെന്ന് പറയേയില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, 100% ഗ്യാരണ്ടിയാണ്. ഇതിന്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഹണി ഇട്ടിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഹണി, ഒരെണ്ണത്തിൽ ചോക്ലേറ്റ് സിറപ്പാണ് ഇട്ടേക്കുന്നത്. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, വളരെ ടേസ്റ്റിയാണ്, അതാണ് കാര്യം. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. അപ്പോൾ നാളെ 11:30 വീണ്ടും കാണാം. താങ്ക്